നമുക്ക് ഇന്ന് ഒരു കുർത്തിയാണ് ജെൻസിന്റെ, അത് മെൻസിന്റെ കുർത്തിയാണ് ഞാൻ തയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെ അളവുകൾ എടുക്കുന്നതെന്ന് നോക്കാം. കൂടുതൽ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പോൾ ഇതിന്റെ ഇറക്കം എന്ന് പറയുന്നത്, ഇതിന് ഇറക്കം വന്നേക്കുന്നത് 30 30 2 ഇഞ്ച് കൂടെ ഞാൻ കൂട്ടിയാണ് എടുക്കുന്നത്. 32 കേട്ടോ, 30 ആണ് ഇതിന്റെ ലെങ്ത്. അപ്പോൾ ഞാൻ എടുക്കുന്നത് 32 ആണ്. 32 ഓക്കെ. അതായത് അധികം ഇറക്കമില്ല, കുർത്തി മോഡൽ, ലോങ് കുർത്തിയല്ല, ഷോർട്ടാണ്. ഓക്കെ. ഇതിന്റെ ഷോൾഡർ വന്നേക്കുന്നത് 20 ഇഞ്ചാണ് ഷോൾഡർ വരുന്നത്. അതായത് ജിമ്മൊക്കെ ആയിട്ടുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ഇത് കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ ഷോൾഡർ എടുത്തേക്കുന്നത് 20 ഇഞ്ച്. അപ്പോൾ 10, 20ന്റെ പകുതി 10 കേട്ടോ. അടുത്ത ആം ഹോളാണ്. ആം ഹോളും നമ്മൾ അത്രയും തന്നെ എടുക്കണം. അതും എടുത്തേക്കുന്നത് 10 ഇഞ്ചാണ്. ഓക്കെ. അപ്പോൾ ലെങ്ത് എടുത്തു, ഷോൾഡർ എടുത്തു, ഇനി അടുത്തത് നമ്മൾ ആം ഹോൾ എടുത്തു. ആം ഹോളും അത്രയും തന്നെയാണ് എടുത്തേക്കുന്നത്. വണ്ണം വരുന്നത്, അതായത് ഈ 30-ൽ, അതായത് റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സീറ്റിന്റെ അവിടെയാണ് നമുക്ക് റൗണ്ട് വരുന്നത്, താഴത്തെ റൗണ്ട് വരുന്നു. അപ്പൊ ആ റൗണ്ട് വരുന്നത് 45 ആണ്. അതിന്റെ കൂടെ ഞാൻ 8 ഇഞ്ച് ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് കിട്ടുന്നത്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 13 ആണ്. അപ്പൊ ഞാനൊരു 13.5 മുകളിലെടുക്കുന്ന അതേ അളവ് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ, 13. അത് നമുക്ക് താഴത്തെ ലൂസും അത് ഓരോരുത്തരുടെ, അതായത് ഈ കസ്റ്റമർ വരുമ്പോൾ അവരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിത് മാറ്റിയും മറിച്ചും ഒക്കെ കൊടുക്കാം കേട്ടോ. അപ്പൊ ഞാൻ ലെങ്ത് എടുത്തു, താഴത്തെ അളവെടുത്തു. ഇവിടുത്തെ ചെസ്റ്റ് എന്ന് പറയുന്നത്, ചെസ്റ്റിൽ 44 ചെസ്റ്റ് വരുന്നത്. അപ്പൊ 44ന്റെ കൂടെ ഞാൻ 10 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്, ലൂസ് വേണം. അതുകൊണ്ട് നമുക്ക് ഇവിടെ വരുന്നത് 13.5 ആണ്. 13.5 ആണ് ഞാൻ എടുക്കാൻ പോണത്. ഓക്കെ, 13.5 13.5 എടുത്തു. പിന്നെ നമുക്ക് ഇതിങ്ങനെ, അതായത് വേസ്റ്റ് ലെങ്ത് തന്നിട്ടുണ്ട്, 16ലാണ് വേസ്റ്റ് ലെങ്ത് വരുന്നത്. അത് നമ്മൾ തയ്ക്കുമ്പോൾ, സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് റെഡിയാക്കിയാൽ മതി. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത് ഫ്രണ്ടാണ് കേട്ടോ, ബാക്ക് അല്ല ഞാൻ എടുക്കുന്നത്, ഫ്രണ്ടാണ്. അത് പറയാൻ കാരണം, ഈ ഫ്രണ്ട് ഫുൾ ഓപ്പൺ ആയിട്ടല്ല എടുക്കുന്നത്. ഫ്രണ്ടിൽ ഇവിടെ ഒരു 9 ഇഞ്ച് ഓപ്പൺ കൊടുത്തിട്ട്, അതായത് നമ്മുടെ കഴുത്തിറക്കം കഴിഞ്ഞിട്ട് ഞാനൊരു 9 ഇഞ്ച് ഓപ്പൺ കൊടുത്തിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോ നമുക്ക് വേസ്റ്റ് ലെങ്ത് 16 വന്നേക്കുന്നത്. അപ്പൊ 16ലും വണ്ണമുണ്ട്, 16ലും നമുക്ക് വന്നേക്കുന്നത് 35 ആണ്. അപ്പൊ അവിടെ 11.5 വരും. നമുക്കത് വേണമെങ്കിൽ മാത്രം ഷേപ്പ് ചെയ്ത് കൊടുത്താൽ മതി. സ്ലിം ഫിറ്റ് ആണെങ്കിൽ മാത്രം നമുക്കത് മതിയല്ലോ. ഓക്കെ. അപ്പൊ മെൻസ് കുർത്തയാണ്. ലെങ്ത് എടുത്തു ഞാൻ, ചെസ്റ്റ് എടുത്തു, അതായത് ലെങ്തിന്റെ അവിടുത്തെ വണ്ണം എടുത്തു, ഷോൾഡർ എടുത്തു, ആം ഹോൾ എടുത്തു. ഓക്കെ. ഇനി ഷോൾഡർ സ്ലോപ്പ് വരുന്നത് 2 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് എടുത്തേക്കുന്നത് കേട്ടോ. ഇനി ഈ നെക്ക് റൗണ്ട്, ഇതിന്റെ നെക്ക് റൗണ്ട് വന്നേക്കുന്നത് 19 ഇഞ്ചാണ്. 19 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് 19ന്റെ 5-1 കാണാം, 6-1 കാണാം. അത് 2 രീതിയിലും നമുക്ക് എടുക്കാം. അത് ആപ്റ്റ് ആവുന്നത് വണ്ണത്തിൻ്റെതനുസരിച്ചാണ്, നെക്കിന്റെ വണ്ണം അനുസരിച്ച് നമുക്ക് ആപ്റ്റ് ആവുന്നതാണ് കേട്ടോ. 5-1 എടുത്താലും 6-1 എടുത്താലും കറക്റ്റ് ആണ്. അപ്പോൾ ഞാൻ 19/6 ആണ് കൊടുക്കുന്നത്. 3 ഇഞ്ചാണ് വരുന്നത് കേട്ടോ. 3.25 നമുക്ക് എടുക്കാം. 3.1 വരും നമുക്ക്. ഞാൻ എടുക്കുന്നത് 1/4 ആണ് കേട്ടോ. 3.25 എടുത്തു. ഓക്കെ. ഇറക്കവും ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3, അതായത് ഇങ്ങനെ കഴുത്തു വരെ ഇങ്ങനെ കേറിയിരിക്കില്ല, റൗണ്ട് നെക്കായിട്ട് വന്നിട്ട്. ഓക്കെ. 2 ഇഞ്ചാണ് ഞാൻ ഷോൾഡർ സ്ലോപ്പ് കൊടുത്തേക്കുന്നത് കേട്ടോ. അതായത് നമുക്ക് അളവുകൾ, നമ്മൾ സ്റ്റാൻഡേർഡ് മെഷർമെന്റ് എല്ലാം പഠിച്ചു വയ്ക്കും, പക്ഷെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഓരോന്നിലും മാറ്റം വരുത്തി ചെയ്യാം. അത് നിങ്ങൾ തയ്ച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള കഴിവുകളൊക്കെ കിട്ടിക്കോളും. ഓക്കെ.
കണ്ടോ, ഞാനിത് ഫ്രണ്ടിലത്തെ പീസാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഞാൻ ഓപ്പണിങ് കൊടുത്തിട്ടില്ല. നമ്മൾ ലേഡീസിന്റെ കുർത്ത തയ്ക്കുന്ന പോലെ ഇവിടെ നമുക്ക് കട്ടൻ ഒന്നും ചെയ്യണ്ട, ചുമ്മാതെ ഇനി നമുക്ക് ഇവിടുത്തെ ഈ ലെങ്ത് മാത്രം മാർക്ക് ചെയ്താൽ മതി. ഇവിടുത്തെ ലെങ്ത് കേട്ടോ, ഇവിടുത്തെ ലെങ്ത് നമുക്ക് എത്ര ആണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യുക. അതായത് ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള ലെങ്ത് അത് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി, എത്ര ആണോ വേണ്ടത് അത്. ഓക്കെ, നമ്മൾ ഈ അളവ് നോക്കുക, ഈ ചുറ്റളവ് നോക്കണം എത്ര ഉണ്ടെന്ന് നോക്കിക്കോളൂ. ഇത് നമുക്ക് വരുന്നത് 5.5 5.5 5.5 എന്ന് പറഞ്ഞാൽ 11 വരും. നമുക്ക് ടോട്ടൽ വരേണ്ടത് 19 ആണ്. ബാക്കിൽ നമുക്ക് വരും. ഇപ്പൊ ബാക്കിൽ ഞാൻ ഇങ്ങനെ എടുക്കാതെ തന്നെ നമുക്ക് ഇങ്ങനെ നോക്കാം എത്ര വരുമെന്നുള്ളത്. ചുമ്മാതെ ഞാനത് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി കാണിച്ചു തരികയാണ്. 11 4 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഇങ്ങനെ അളവ് നമ്മൾ നോക്കുക. ഇത് ഞാൻ എടുത്തിട്ടില്ല, കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇങ്ങനെ അളവുകൾ നോക്കുക. അതല്ല നിങ്ങൾക്ക് ഇത്തിരൂടെ കൂടുതൽ വേണമെങ്കിൽ കഴുത്തകലം നമുക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അത് നമുക്ക് ആ ഒരു ഇഷ്ടം അനുസരിച്ച് ചെയ്യുക. അതായത് എപ്പോഴും നെക്ക് റൗണ്ട് ഇഷ്ടം അനുസരിക്കുന്നതെന്ന് പറയുമ്പോൾ എപ്പോഴും നെക്ക് റൗണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് വരണം. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ബാക്ക് എടുക്കാം. നമുക്ക് ആർക്ക് വേണേലും ഇങ്ങനെ തയ്ക്കാം, കൊച്ചുകുട്ടികൾക്കും തയ്ക്കാം. നിങ്ങൾ ചേർക്കേണ്ട അളവുകളും ചെയ്യേണ്ട രീതികളും ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് സംശയം ഇല്ലാതെ തന്നെ ചെയ്തു പോകാം കേട്ടോ. അപ്പൊ ഞാൻ ഫ്രണ്ട് കട്ട് ചെയ്തെടുത്തു. ഓക്കെ, ഫ്രണ്ടിൽ നമുക്ക് ഓപ്പണിംഗ് ആണ് ഇട്ട് കൊടുക്കുന്നത്. അതിൽ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കട്ട് ചെയ്താൽ മതി. ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാണ്. ഓക്കെ, ഇനി അടുത്തത് ബാക്കാണ് എടുക്കുന്നത്. ഇനി ബാക്ക് എടുക്കുമ്പോൾ നമ്മൾ ഇതിന് യോക്കൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് കുർത്തി ചെയ്യാം. അത് ഞാൻ പറഞ്ഞില്ലേ, ഫാഷൻ ഡിസൈനിങ് പഠിക്കണത് നമ്മൾ അതിനു വേണ്ടിയിട്ടാണ്. പിന്നെ ഓരോ മോഡൽ കണ്ടുപിടിക്കാനും ഓരോന്ന് ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് നമ്മുടേതായ ഇഷ്ടത്തിന് നമുക്ക് ഡ്രസ്സുകൾ തയ്ക്കാം. പിന്നെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അവരോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ ഇത് ഇഷ്ടമാണോ എന്ന് ചോദിച്ചിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ചെയ്തു കൊടുക്കുക. അവരുടെ ഇഷ്ടം എന്താണോ അവരത് പറയും. അപ്പം നമ്മൾ നമ്മുടെ ഇഷ്ടം ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരവരുടെ ഇഷ്ടങ്ങൾ പറയും. അപ്പം നമുക്ക് അതുപോലെ ഇഷ്ടമായിട്ട് നല്ല സന്തോഷത്തോടെ നമ്മൾ തയ്ക്കുന്ന ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ട് അതേ രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് എടുക്കുമ്പോൾ ഇതിന്റെ ബാക്കിന്റെ ലെങ്ത് ഞാൻ ഷോൾഡർ സ്ലോപ്പ് എടുത്ത 2 ഇഞ്ചാണ്. അതുപോലെ തന്നെ 2 ഇഞ്ചാണ് ഞാൻ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് പീസാണിത്. അപ്പോൾ ഞാൻ ഇത് ഇവിടെ അതുപോലെ തന്നെ 10 ഇഞ്ചാണ് എടുക്കുന്നത്. ഷോൾഡർ വരുന്നത് 20 ആണ്. അതുകൊണ്ട് ഞാൻ 10 ഇഞ്ച് ഇവിടെ 10 ഇഞ്ച് എടുത്തു. ഓക്കെ, ബാക്കിയെല്ലാം തന്നെ നമുക്ക് ഈ അളവിൽ തന്നെ ചെയ്തു പോകാം കേട്ടോ. ഇവിടെ നമുക്ക് അകലം വന്നത് എത്ര ആണോ അത്രയും തന്നെ 3.25 അത് തന്നെ നമുക്ക് ഇവിടെ കൊടുക്കാം കേട്ടോ. ഇനി ഇത് ഇവിടെ നമ്മൾ 2 ഇഞ്ചാണ് മുകളിലോട്ട് ഉയർത്തിയേക്കണത്. അപ്പൊ ആ ഉയർത്തുമ്പോൾ ഞാൻ വരച്ച് കാണിക്കുകയാണ്. ഉയർത്തുമ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ഇഞ്ച് തന്നെ താഴ്ത്തി കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് താഴ്ത്തണമെങ്കിൽ 1 ഇഞ്ച് താഴ്ത്തി കൊടുക്കാം. അത് നമ്മൾ തയ്ച്ച് നോക്കും. നിങ്ങളുടെ ഇഷ്ടമെന്ന് ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. നമ്മളത് തയ്ച്ച് നോക്കുമ്പോൾ മനസ്സിലാകും.
1.5 ഇഞ്ച് ആണെങ്കിൽ 1.5 ഇഞ്ച് താഴ്ത്താം, 1 ഇഞ്ച് ആണെങ്കിൽ 1 ഇഞ്ച് താഴ്ത്താം, 2 ഇഞ്ച് ആണെങ്കിൽ 2 ഇഞ്ചും താഴ്ത്തി കൊടുക്കാം. പക്ഷെ നമുക്ക് സ്ലോപ്പ് വരുന്നത് ആ 2 ഇഞ്ചിലേക്ക് തന്നെ നമ്മൾ സ്ലോപ്പ് കൊടുക്കണം. കാരണം നമ്മൾ അത് തന്നെയാണ് ഫ്രണ്ടിലും സ്ലോപ്പ് കൊടുത്തേക്കുന്നത്. ഫ്രണ്ടിൽ ഏത് സ്ലോപ്പാണോ കൊടുത്തേക്കുന്നത് അത് തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, കണ്ടോ? അപ്പോൾ ഇതാണ് ബാക്ക് വരുന്നത്. ബാക്ക് നമ്മൾ കട്ട് ചെയ്ത് ഇതൊക്കെ ഒന്നും വേണ്ട, നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ലക്ഷദ്വീപിലുള്ള ഒരു സ്റ്റുഡൻറ് പറഞ്ഞിരുന്നു ഇത് ഇടണമെന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിടുന്നത് തന്നെ. പക്ഷെ ഇതൊരു കസ്റ്റമറിൻ്റെ ആണ്. ഇത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. മെൻസിൻ്റെ ആകുമ്പോൾ എല്ലാവർക്കും ലേഡീസിന് ചെയ്യാൻ പേടിയായിരിക്കും. അയ്യോ ഇത് ശരിയാവോ എന്നുള്ളത്. നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് സ്ലീവാണ്. ഇതിന് പോക്കറ്റ് ഉണ്ടാവില്ല കേട്ടോ. പോക്കറ്റ് വേണമെങ്കിൽ നമുക്ക് വെച്ചു കൊടുക്കാം, അത് നമ്മുടെ മോഡൽ. അതിപ്പോൾ നമുക്ക് നമ്മുടെ മോഡലായിട്ട് ഇടുമ്പോൾ അത് ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് മോഡലായി. അതാണ് അവിടുത്തെ ഫാഷൻ. ഓക്കെ, അപ്പം നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ ഇത്തിരി കൈവണ്ണം ഒക്കെ ഉള്ള ആളാണ്. അപ്പോൾ നമുക്കതുകൊണ്ട് ഇതിലെ സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ വളരെ, ഇപ്പം അത് മാത്രമല്ല ലെങ്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യണം സ്ലീവ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം. താഴെ കഫ് വെക്കുന്നില്ല, അതായത് നമുക്കിങ്ങനെ വീതിക്ക് ഷർട്ടിന് വരത്തില്ലേ, അതുപോലെ കഫ് വെക്കുന്നില്ല. അല്ലാതെ വേറൊരു സ്റ്റൈലിൽ, എൻ്റേതായ ഒരു സ്റ്റൈലിൽ ഞാൻ കൊടുക്കാൻ പോവാണ്. അപ്പം നമുക്കിതിൻ്റെ ലെങ്ത് നോക്കാം ആദ്യം എത്ര ആണെന്ന്. സ്ലീവ് ലെങ്ത് വരുന്നത്, സ്ലീവ് ലെങ്ത് 23 കേട്ടോ. 23 ലെങ്ത്. അപ്പം ഞാൻ ഉദ്ദേശിക്കണത്, എനിക്ക് എൻ്റെതായ ഒരു സ്റ്റൈൽ ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സ്റ്റൈൽ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ ആ സ്റ്റൈല് 23 ആകുമ്പോൾ ഞാൻ 2 ഇഞ്ച് കുറച്ചിട്ട്, 2 ഇഞ്ചല്ല 1 ഇഞ്ച് കേട്ടോ, 1 ഇഞ്ചിൽ ഞാൻ സ്റ്റിഫ് വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ മടക്കി വെച്ചോളാം, എന്നിട്ട് ഓപ്പൺ ചെയ്ത് നമുക്ക് കൊടുക്കാം. അങ്ങനെ ചെയ്യാനാണ്. അപ്പം ഞാനിപ്പോൾ 23-ൽ ഞാനൊരു 1 ഇഞ്ച് അങ്ങ് കുറയ്ക്കുകയാണ്. അപ്പോൾ 22 എടുക്കുന്നത് കേട്ടോ. 22 പ്ലസ് തയ്യൽ തുമ്പും കൂടെ ഞാൻ കൂട്ടി 23 എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് വേണ്ടത് 23. ഇത് തയ്യൽ തുമ്പും കൂട്ടിയാണ് 23 എടുക്കുന്നത് കേട്ടോ. സീം അലവൻസ് കൂട്ടിയാണ് ഞാനിങ്ങനെ എടുത്തേക്കണത്. ഓക്കെ, നമ്മൾ ബ്ലൗസിനൊക്കെ എടുക്കുന്ന പോലെ നമുക്ക് ഇതിൻ്റെ അണ്ടറാം അധികം എടുക്കണ്ട. ഞാനൊരു 3.5 എടുക്കുന്നത് ഷർട്ടിന്. ഓക്കെ, ഇനി ഇവിടുത്തെ റൗണ്ട് എന്ന് പറയുന്നത് വന്നേക്കുന്നത് 9.5. 9.5 എന്ന് പറയുമ്പോൾ താഴത്ത് നമുക്ക് വരേണ്ടത്, ഞാനപ്പോൾ കൂടുതലിട്ടാണ് കട്ട് ചെയ്യുന്നത്, 7.5 എടുക്കുകയാണ് ഇപ്പോൾ. എന്നിട്ട് നമുക്ക് ഓപ്പണിംഗ് ഒക്കെ താഴത്തോട്ട് കൊടുക്കണമല്ലോ കൈയുടെ. അപ്പം അതിനൊക്കെ ശേഷം നോക്കാം. അപ്പം സ്റ്റിഫ് വെക്കാൻ വേണ്ടി ഞാൻ 1 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. അത് വേറെ പീസിലാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ കുർത്ത കട്ട് ചെയ്ത് കഴിഞ്ഞു, സ്ലീവും കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അതിൻ്റെ കോളർ ഓപ്പണിങ്ങും ആണ്. അതിന് നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാവുന്നതായിരിക്കും. ഇത് തയ്ച്ച് കഴിഞ്ഞുള്ളതാണ്, ഇട്ടേക്കുന്നതാണ്. ആളിട്ടേക്കണ ഇതാണ്, ഞാൻ ഫോട്ടോയാണ് ഇട്ടേക്കണത്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.